ലിങ്ക്ഡിൻ ഉപയോഗിച്ച് നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത കുറച്ച് തെറ്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ലിങ്ക്ഡിൻ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ജോബ് സീക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നൗക്കറി പോലെയോ മോൺസ്റ്റർ പോലെയോ വെറുതെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുകയും കുറേ വേക്കൻസീസ് വരികയും ചെയ്യുന്ന രീതിയിലല്ല ലിങ്ക്ഡിൻ വർക്ക് ചെയ്യുക. ലിങ്ക്ഡിൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്, അതേസമയം ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുമാണ്. നമുക്ക് ഇതിനെ കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയുള്ളൂ. അതല്ലാണ്ട് ഒരു പ്രൊഫൈൽ ഉള്ളതുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഇതിനൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല. സോ ജനറലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, പൊതുവെ ആൾക്കാർ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, പ്രൊഫൈൽ ഫോട്ടോ ഇല്ലാത്തതാണ്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടൊരു സംഗതിയായിട്ട് തോന്നും. പക്ഷേ ഒരു പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ വിസിബിലിറ്റി ഒരു 70% വരെ കൂട്ടും എന്നുള്ളതാണ് കണക്കുകൾ. അതായത് പ്രൊഫൈൽ ഫോട്ടോ ഉള്ള പ്രൊഫൈൽസ് 70% വരെ കൂടുതൽ ആൾക്കാർ കയറി നോക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഇഫ് യുവർ പ്രൊഫൈൽ ഈസ് നോട്ട് ഹാവിങ് എ പ്രൊഫൈൽ ഫോട്ടോ, നിങ്ങളുടെ പ്രൊഫൈൽ ആൾക്കാരെടുത്ത് നോക്കാനുള്ള സാധ്യതകൾ കുറയും. അതിനർത്ഥം അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യതയും കുറയും. ഇനി പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടെങ്കിൽ തന്നെ അതൊരു അൺപ്രൊഫഷണൽ ഫോട്ടോ ആണെങ്കിലും അതൊരു പ്രശ്നമാണ്. കഴിവതും ഒരു ഫോർമൽ ഫോട്ടോ ഓർ ഒരു സെമി ഫോർമൽ ഫോട്ടോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 2, ഹെഡ്ലൈൻ കൃത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അത് ഒന്നെങ്കിൽ വളരെ വീക്കായിരിക്കാം, അല്ലെങ്കിൽ ഹെഡ്ലൈനെ ഉപയോഗിക്കാതിരിക്കാം. ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ പേരിന് തൊട്ട് താഴെ ഒരു ബ്രീഫായിട്ടൊരു നോട്ട് കാണാം, അതാണ് ഹെഡ്ലൈൻ. അതിൽ വെറുതെ ഇന്ന കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബിടെക് ഇന്ന കോഴ്സ് ഗ്രാജുവേറ്റ് എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ മാത്രം കൊടുക്കാതെ നിങ്ങളുടെ ഏറ്റവും കീ ആയിട്ടുള്ള മേജറായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ വരേണ്ടത്. എന്ത് എക്സ്പേർട്ടാണ്, എന്ത് ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതിലാണ് എക്സ്പെർട്ടൈസ് ഉള്ളത്, ഏത് ഇൻഡസ്ട്രിയാണ്. സോ നിങ്ങൾക്ക് ജോബ് നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? കുഡ് ബി ക്വാളിഫിക്കേഷൻ ആവാം, സ്പെഷ്യലൈസേഷൻ ആവാം, എക്സ്പീരിയൻസ് ആവാം, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആവാം, ഡെസിഗ്നേഷൻസ് ആവാം, ഇൻഡസ്ട്രി ആവാം, ലൊക്കേഷൻ ആവാം, സ്കിൽസ് ആവാം, ടെക്നിക്സ് ആവാം, ടൂൾസ് ആവാം, ഇതിലേതുമാകാം. അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. അത് ഏതൊക്കെയാണോ പ്രധാനമായിട്ട് വരുന്നവ അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. യു ക്യാൻ ഈവൻ യൂസ് ദ ഹെൽപ്പ് ഓഫ് ChatGPT ഓൾസോ. പിന്നെ ഒരു ഭാഗമാണ് എബൌട്ട് സെക്ഷൻ. എബൌട്ട് സെക്ഷനിലേക്ക് പലരും ചെയ്യുന്നൊരു കാര്യം റെസ്യൂമേയിൽ നിന്ന് കരിയർ ഒബ്ജക്റ്റീവ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എബൌട്ട് എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് നമ്മളെ പറ്റി എത്ര വേണമെങ്കിലും എഴുതാനായിട്ടുള്ളൊരു ഫ്രീഡം തരുന്നൊരു സ്പേസ് ആണ്. അതായത് 2600 ക്യാരക്ടേഴ്സോ മറ്റും നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ കരിയറിനെ പറ്റി നമുക്കെല്ലാം അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റൈലിൽ ക്യാഷ്വലായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മളുടെ അച്ചീവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം നമുക്ക് കൊണ്ടുവരാം. അവിടെ നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളുടെ എക്സ്പെർട്ടൈസിലെ കാര്യങ്ങൾ, എക്സ്പീരിയൻസിലെ കാര്യങ്ങൾ, ടൂൾസും സ്കിൽസും എല്ലാം നമുക്ക് കൊണ്ടുവരാം. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കാം നമുക്കൊരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എബൌട്ട് എഴുതുന്ന കണ്ടന്റ് പോലും ആൾക്കാർ ടൂൾസും സ്കിൽസും ഒക്കെ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ടിൽ കാണിച്ചേക്കാം. സോ അത് നമുക്ക് എപ്പോഴും ഉപയോഗപ്രദമാകും. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അതിലെ പോസ്റ്റുകൾ ചെയ്യുക. അത് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ പറ്റുന്നില്ലെങ്കിൽ നമ്മളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുക. സോ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പോലെ നമ്മൾ അതിനെ കാണുക, പോസ്റ്റുകൾ ഉണ്ടാവുക. സോ നിങ്ങൾക്ക് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ആർക്കിടെക്റ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള വർക്ക്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ ലിങ്ക്ഡിനിൽ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈലിൽ ഫീച്ചർ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് പ്രൊഫൈൽ എടുക്കുമ്പോഴേ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഏറ്റവും മുകളിൽ 3, 4, 5 എണ്ണമൊക്കെ നമുക്ക് ഫീച്ചർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അത് മേ ബി സംടൈംസ് നിങ്ങൾക്ക് കിട്ടിയ ഒരു മേജർ അച്ചീവ്മെന്റ് ആയിരിക്കും, ഒരു അവാർഡ് ആയിരിക്കാം. അങ്ങനെയുള്ളതൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീച്ചർഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. നെറ്റ്വർക്കിംഗ് ഇല്ലാത്തതാണ് ഒരു മേജർ റീസൺ. പലപ്പോഴും നമ്മളുടെ അടുത്ത് വന്ന് ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ സർവീസ് ഒക്കെ അവെയർ ചെയ്തിട്ട് പോകുന്ന ക്ലയൻസ് ഉണ്ട്. പിന്നീട് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവർക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, വളരെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ട്, പക്ഷേ നമ്പർ ഓഫ് കണക്ഷൻസ് 0 ആണ്. അവർ എവിടെയും ആരുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, പോസ്റ്റുകൾ ചെയ്യുന്നില്ല, എവിടെയും കമന്റ് ചെയ്യുന്നില്ല, ഒരു ലൈക്ക് പോലും ഒരാളുടെ പോസ്റ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുന്നത് ഒരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. വി ഹാവ് ടു ബി ആക്റ്റീവ്. സോ കുറച്ച് എൻഗേജ്മെന്റ്സ് നമ്മൾ ലിങ്ക്ഡിനിൽ കൊണ്ടുവരണം. നെറ്റ്വർക്ക് ചെയ്യണം, നമ്മൾ ആൾക്കാരോട്ട് കണക്ട് ചെയ്യണം. സോ അത് നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊപ്പം പഠിച്ച ആൾക്കാരാവാം, നമ്മളുടെ സെയിം ഇൻഡസ്ട്രിയിലെ ഫീൽഡിലുള്ള ആൾക്കാരാവാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോലെ നമുക്ക് അറിയാവുന്നവരെ മാത്രം കണക്ട് ചെയ്യുക എന്നുള്ളതല്ല ലിങ്ക്ഡിനിലെ രീതി. ലിങ്ക്ഡിൻ നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിക്കുക. നമുക്ക് അറിയാത്ത ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്യാം. സോ റിക്രൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരെ കണക്ട് ചെയ്യാം, അവരോട് നമുക്ക് സംസാരിക്കാം, അവരുമായിട്ടുള്ള പോസ്റ്റുകളിൽ ഇൻട്രാക്ഷൻസ് ചെയ്യാം, കമൻറ്റുകൾ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫൈനലായിട്ട് പറയാനുള്ളൊരു കാര്യം, പൊതുവെ ആൾക്കാർ വരുത്തുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്, പ്രത്യേകിച്ച് ആസ് എ ജോബ് സീക്കർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോബ് സീക്കർ എന്ന് പറയുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല പ്രൊഫൈൽ ഉണ്ടാവുക, നെറ്റ്വർക്കിംഗ് ചെയ്യുക. ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 തരത്തിൽ നിങ്ങൾക്ക് ജോബിന് ആപ്ലിക്കേഷൻസ് കൊടുക്കാം. ഒന്ന്, ലിങ്ക്ഡിൻ ജോബ്സിൽ പോയിട്ട് വേക്കൻസീസ് കാണുന്നു, ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നു. 2,
നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റിക്രൂട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരെ കണക്ട് ചെയ്ത് അവർക്കൊരു മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുമ്പോൾ ഒരിക്കലും ഒരു ഹായ് അയച്ചു അടുത്ത റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ ഒരു മെയിൽ അയക്കുന്ന പോലെ ഒരു ടോട്ടൽ മെസ്സേജ് ഒന്നിച്ച് കൊടുക്കുക. ഹായ്, എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ഇന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന ക്വാളിഫൈഡ് ആണ്, അവിടെ വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ കോൺടാക്ട് ചെയ്യണം എന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് മെസ്സേജ് അയക്കാം. ഈ 2 തരത്തിൽ നിങ്ങൾക്ക് ഒരു ജോബ് സെർച്ച് നടത്താം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഓപ്ഷൻസ് നോക്കാം. ഇതല്ലാണ്ട് നല്ല പ്രൊഫൈലാണെങ്കിൽ പലപ്പോഴും ഇങ്ങോട്ട് റിക്രൂട്ടേഴ്സ് കോൺടാക്ട് ചെയ്യും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇതല്ലാതെ പൊതുവെ ജോബ് സീക്കേഴ്സ് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഹയറിങ്ങിനെ പറ്റിയിട്ടുള്ള പോസ്റ്റുകളുടെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യും. ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന കമൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പോസ്റ്റുകളുടെ അടിയിൽ പോയിട്ട് എൻ്റെ റെസ്യൂമെ അറ്റാച്ച് ചെയ്യട്ടെ എന്ന രീതിയിൽ അവിടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തും. ഈ രീതിയിലൊന്നും നമ്മൾ ചെയ്യാതിരിക്കും. ഇത് വളരെ അൺപ്രൊഫഷണലായിട്ട് നമ്മൾ വളരെ ഡെസ്പറേറ്റ് ആണെന്ന് നമുക്ക് കാണിക്കുന്ന കാര്യങ്ങളാണ്. സോ എപ്പോഴും റൈറ്റ് വേയിൽ മാത്രം ജോബ് സെർച്ച് നടത്തുക, ആപ്ലിക്കേഷൻസ് കൊടുക്കുക. സോ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുമ്പം അവോയ്ഡ് ചെയ്യുക. സോ ദാറ്റ് നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാവും. സോ ഇത്രയാണ് ജനറലി ഈ ഒരു ടോപ്പിക്കിൽ പറയാനായിട്ടുള്ളത്. ഫ്രീ ലിങ്ക്ഡിൻ പ്രൊഫൈൽ റിവ്യൂവിനും അതുപോലെ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ, റെസ്യൂമെ സർവീസസ് എന്നിവയ്ക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.